ആലപ്പുഴയിൽ കടലാക്രമണം രൂക്ഷം. കാലവർഷത്തിൽ കടൽക്ഷോഭം തുടർക്കഥയായിട്ടും കടൽഭിത്തി നിർമ്മിക്കാത്തത് തീരപ്രദേശത്ത് പരിഭ്രാന്തി പടർത്തുന്നു. കടൽഭിത്തിയുടെ നിർമ്മാണം ഉടൻ നടത്തണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഉറപ്പ് ഇവിടെ പാഴ്വാക്കായി മാറുന്നു. കരയും കടലുമിളക്കി മഴ കനത്തു തുടങ്ങിയതോടെ ആലപ്പുഴ ജില്ലയിലെ തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുരിതത്തിലായി. പുറക്കാട്, കരൂർ, മാരാരിക്കുളം എന്നീ പ്രദേശങ്ങളിലെ കടലാക്രമണം രൂക്ഷമായതോടെ നിരവധി വീടുകളാണ് തകർന്നത്. കരൂരിൽ മാത്രം 8 വീടുകൾ തകർന്നു. 100ഓളം വീടുകൾ കടലാക്രമണ ഭീഷണിയിലാണ്. ഓരോ മഴക്കാലത്തും കടലാക്രമണം രൂക്ഷമാകുമ്പോൾ മത്സ്യത്തൊഴിലാളികളെ ക്യാമ്പിലേക്ക് മാറ്റുന്നതല്ലാതെ കടൽഭിത്തി എന്ന ശാശ്വത പരിഹാരത്തിന് അധികാരികൾ തയ്യാറാകുന്നില്ല. ഇപ്പോൾ കരൂർ ദുരിതാശ്വാസ ക്യാമ്പിലുള്ള മത്സ്യത്തൊഴിലാളികൾ സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് നിരാഹാരത്തിലാണ്. മെയ് 18 കുഞ്ഞിൻ്റെ ആണ്ടിൻ്റെ അന്ന് ഇതുപോലെ കടൽ കയറി ആഹാരമൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് കഴിക്കാനൊന്നും പറ്റിയില്ല. വേവിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വാങ്ങിക്കുമായിരുന്നു. വാങ്ങിച്ചിട്ട് അത് കഴിക്കാൻ പോലും പറ്റിയില്ല. കടൽ കയറി വന്ന് അങ്ങനെ പിന്നെ അതെല്ലാം പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് എല്ലാവരും കൂടെ ഓടുമായിരുന്നു. ശബ്ദം കേട്ട് കിടക്കുമ്പോൾ തന്നെ നമുക്ക് ഉലുക്കം ഉണ്ടാകും. പരിസരത്തുകാരൊക്കെ വന്ന് പറയും കിടക്കരുതെന്ന് പറഞ്ഞാൽ ഇത്ര ദിവസം നമ്മൾ പരിസരത്തുകാർ കിടക്കും, ഞങ്ങൾ വന്ന് വിളിക്കും കിടക്കെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകത്തില്ല കിടക്കാനിട്ട്. ചാകുന്നെങ്കിൽ ഇവിടെ കിടന്ന് ചാകാൻ പറഞ്ഞ് കിടക്കും. പല പ്രദേശങ്ങളിലെയും തീരം വ്യാപകമായി കടൽ കവർന്നതോടെ റോഡുകൾ വരെ ഒലിച്ചുപോയി. ജനസമ്പർക്ക പരിപാടിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മുഖ്യമന്ത്രി ഒന്നാമത്തെ പരിഗണന പ്രഖ്യാപിച്ചുവെങ്കിലും 2013 കടലാക്രമണത്തിൽ വീട് നഷ്ടപ്പെട്ട 6 കുടുംബങ്ങൾ ഇനിയും പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് വസ്തുത. കടലിനെയും മാറി മാറി വരുന്ന സർക്കാരുകളെയും വിശ്വസിച്ച മത്സ്യത്തൊഴിലാളികളുടെ സ്വപ്നങ്ങളാണ് ഇവിടെ തകർന്നു വീണിരിക്കുന്നത്. കടൽഭിത്തി എന്ന ഇവരുടെ നിരവധി കാലത്തെ ആവശ്യം എപ്പോഴെങ്കിലും പരിഹരിക്കപ്പെട്ടിരുന്നെങ്കിൽ ഈ ആക്രമണം ഇത്ര രൂക്ഷമാകില്ലായിരുന്നു. കരൂർ കടപ്പുറത്തു നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ.